കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. SIR എന്നെയും പിടികൂടി. BLO വിനോദ് വെള്ളിയാഴ്ച കാലത്ത് ഫ്ളാറ്റിൽ വന്ന് ഹിയറിംഗ് നോട്ടീസ് ഒപ്പിട്ട് വാങ്ങി. എന്റെ പേര് മാപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞ് സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പുതിയ ഏടാകൂടം. എന്താ പ്രശ്നം? 2002 വോട്ടർ പട്ടികയിൽ ഞാൻ തോമസ് ഐസക് അല്ല, ഐസക് തോമസ് ആണ്. ഇനി ഇപ്പോൾ തിരിച്ചറിയൽ രേഖകളുമായി നേരിട്ട് ഹാജരാകണം. തുടർന്ന് പോസ്റ്റ് പറയാണ്, ഇന്നത്തെ പത്രത്തിൽ പ്രൊഫസർ അമർത്യ സെന്നിന്റെ പ്രസ്താവനയുണ്ട്. അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മയുടെ വയസ്സും അദ്ദേഹത്തിന്റെ ജനനത്തീയതിയും തമ്മിൽ പൊരുത്തക്കേടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വോട്ടവകാശം ബംഗാളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് അമർത്യ സെൻ പറയുന്നത്. തനിക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് അമർത്യ സെൻ ചോദിക്കുന്നത്. പലരും ധരിച്ചിരിക്കുന്നത് ഈ ജനുവരി 30 എല്ലാം കഴിഞ്ഞു എന്നാണ്. എന്നാൽ ഇപ്പോഴും ഹിയറിങ്ങുകൾ നടന്നു വരികയാണ്. ഫെബ്രുവരി 14 വരെ ഒബ്ജക്ഷൻസ് സ്വീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട ഹിയറിങ്ങുകൾ ഓരോ ബൂത്ത് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫെബ്രുവരി 21 അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അറിയിച്ചത് പ്രകാരം തന്നെ അതിനിടയിൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നുണ്ട്. പ്രവാസികളായ പുതിയ വോട്ടർമാർക്ക് ചേരാനുള്ള അവസരമുണ്ട്. അതേപോലെ നിലവിൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, പേരിലോ മറ്റോ ഒക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് തിരുത്തലുകൾ വരുത്താനും ഹിയറിങ്ങിന് ഹാജരാകാനും ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ജനുവരി 30 ശേഷമുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ജനുവരി 30 വരെയുള്ള ലിസ്റ്റ് വന്ന ഒബ്ജക്ഷൻസും അല്ലെങ്കിൽ അതുവരെയുള്ള എൻട്രികൾ ഫെബ്രുവരി 21 വരുന്ന ഫൈനൽ ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടും. അതേസമയം അതിനുശേഷം വരുന്ന ജനുവരി 30 ശേഷം വന്നുകൊണ്ടിരിക്കുന്ന എൻട്രികൾ, അത് ഈ നാട്ടിലുള്ളവരാണെങ്കിലും പ്രവാസികളുടെ ആണെങ്കിലും, അത് ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് ആയിട്ടാണ് പ്രസിദ്ധീകരിക്കുക. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരും. അപ്പൊ അതുകൊണ്ട് ജനുവരി 30 എന്നുള്ളത് മനസ്സിൽ നിന്ന് കളഞ്ഞ് ഇനിയും ഇതിനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പുതിയ വോട്ടർമാരാണെങ്കിലും പ്രവാസികളാണെങ്കിലും. പ്രവാസികളെ സംബന്ധിച്ചിട്ട് വേറൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. അവർക്ക് ഈ 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് പ്രവാസികളെ സംബന്ധിച്ച്. ഒന്ന്, അവരുടെ ജന്മസ്ഥലം ഇന്ത്യയല്ലാത്ത മറ്റേത് രാജ്യമാണെങ്കിലും അവർക്ക് കൂടി പുതിയ SIR ലിസ്റ്റിലേക്ക് വരാനുള്ള അവസരം വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഹിയറിങ്ങിന് പ്രവാസികൾക്ക് നേരിട്ട് ഹാജരാകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് അവർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാനും ഹാജരാകാനും ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാനുള്ള അവസരവും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ജാഗ്രത കൈവടിയാതിരിക്കുക. കഴിഞ്ഞ ഡിസംബറിൽ വന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെന്ന് കരുതി ഫൈനൽ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അത്തരം ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ പേരുള്ള ധാരാളം ആളുകൾക്ക് ഇപ്പോഴും നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നോട്ടീസ് ഇനിയും ലഭിച്ചേക്കാം. ജനുവരി 30 കഴിഞ്ഞാലും ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം നോട്ടീസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തണം. BLO നേരിട്ട് നൽകിയേക്കാം. അതല്ലെങ്കിൽ നോട്ടീസുകൾ നമ്മുടെ വീടുകളിൽ വന്നിട്ടുണ്ടാവും. വീടുകളിൽ അത്തരം നോട്ടീസുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കാരണം നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ആശങ്കയും വേവലാതിയും മറ്റാർക്കും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവുക. അഥവാ നമുക്ക് നമ്മളെ ഉണ്ടാവൂ എന്നുള്ളത് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം ഈ SIR കാലഘട്ടം നല്ലൊരു അവസരം കൂടിയാണ്. രേഖകളിൽ പൊരുത്തക്കേടുള്ള ആളുകൾ, രേഖകളിൽ പിശകുള്ള ആളുകൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയൊരു അവസരം കൂടിയാണത്. കാരണം ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഓപ്പണായി കിടക്കുകയാണ്. പെട്ടെന്ന് രേഖകൾ ശരിപ്പെടുത്തി കൊടുക്കാൻ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതേപോലെ മറ്റു സംവിധാനങ്ങൾ, കേസ്മാർട്ട് അടക്കമുള്ള സംവിധാനങ്ങളിൽ ഒന്നുകൂടി സ്പീഡപ്പ് ആയിട്ടുണ്ട്. കാരണം ഈ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് രേഖകൾ ശരിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം കൂടിയാണ് ഈ ഒരു സമയം. ഡോക്ടർ അമർത്യ സെന്നിന്റെ ചോദ്യമാണ് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളത്. നോബൽ സമ്മാനം നേടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിച്ച ഡോക്ടർ അമർത്യ സെന്നിന് ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്നുണ്ടെങ്കിൽ, 2 തവണ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും 4 തവണ MLAയുമായ ഡോക്ടർ തോമസ് ഐസക്കിന് ഹിയറിങ്ങിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക്
ഹിയറിങ്ങിന് വേണ്ടി നേരിട്ട് ഹാജരാകേണ്ടി വരുന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന BLO മാർക്ക് പോലും നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ്? ഫെബ്രുവരി 21 ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേരതിലുണ്ടാകണം. എന്തെങ്കിലും രേഖകളിലെ പൊരുത്തക്കേടുകൾ കൊണ്ട് മാത്രം നമ്മൾ ഒരാളും അതിൽ നിന്നും ഒഴിവായി പോകരുത്. രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ സിസ്റ്റത്തിന്റെ തന്നെ തകരാറുകൾ കാരണം പലർക്കും രേഖകളിൽ കൃത്രിമത്വം അല്ലെങ്കിൽ രേഖകളിൽ പെശകുകൾ വന്നിട്ടുണ്ട്. ആ കാരണത്താൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ പൗരത്വ ലിസ്റ്റിൽ നിന്നും നമ്മൾ ഒഴിവായി പോവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ജാഗ്രതയോടുകൂടെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുക എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു നിയമ വിഷയവുമായി വീണ്ടും കാണാം.